അതുപോലെ ഇവിടെ ഞാൻ തകർക്കും. അങ്ങനെയല്ല, അത്ര എളുപ്പമാവില്ല ഇവിടെ കാര്യങ്ങൾ. അവിടെ ശ്രീലക്ഷ്മിയെ സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അത് അന്ധമായി അവർക്കുള്ളതുകൊണ്ട് എന്തു പറഞ്ഞാലും അവർ വിശ്വസിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പുറം ലോകവുമായി ബന്ധമുള്ള, വിദ്യാഭ്യാസമുള്ള, അതിനെല്ലാം പുറമെ ശ്രീലക്ഷ്മിയിൽ നിന്നും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം പാർത്ത് നടക്കുന്നവരുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര ഈസി ആവില്ല. ഒരു പരിധി വരെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ബാക്കിയെല്ലാം ഇവിടത്തെ കയ്യില. നല്ലതിനു വേണ്ടി ചെയ്തിട്ട് അവസാനം നാണം കെടുത്തരുത്. എല്ലാം ഈ കണ്ണമ്മ തലവി ഏറ്റുമൊട്ടത്തലയാ. അമേരിയേരി അതെ അതെ, ആ കാൽപാതൊന്ന് മര്യാദയ്ക്ക് വെച്ച് നടക്കണം. നീലഹസ്തി കണ്ണമ്മ തലവിയല്ല, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി രവിചന്ദ്ര വർമ്മൻ. ഓക്കെ. ആ, ഗണപതിക്ക് വെച്ചതേ കാക്ക കൊണ്ടുപോയി. ആ, ഇനി ബാക്കി കണ്ടറിയാം. അമ്മായിയമ്മ അത്രയ്ക്കോ? മാത്രല്ല അവിടെ ഉള്ളവര് പെട്ടെന്ന് മറക്കാനും പറ്റില്ലല്ലോ. നമ്മളെ രക്ഷിച്ച അവരല്ലേ, അല്ലേ? അതല്ലേ ഇതേതേ ഈ രണ്ട് മുഖങ്ങള്? രണ്ടിന്റെ മുഖലക്ഷണം അവലക്ഷണാണല്ലോ. ഇത് രഘുവിന്റെ ഭാര്യ രേഖ, അത് അമ്മ രാജലക്ഷ്മി. ആ, നമുക്കറിയാം. രേഖ, അമ്മ രാജലക്ഷ്മി. എന്തു പറ്റി? മുഖത്തിന് തെളിച്ചില്ലല്ലോ. നമ്മൾ വന്നത് പിടിച്ചില്ലേ? അത് മോള് ഗർഭിണി ആയതുകൊണ്ട്. ആ, അതിന് മോള് ഗർഭിണി ആയതിന് നിങ്ങളുടെ മുഖം എന്താ എങ്ങനെ ഇരിക്കണത്? മോള് ഗർഭിണിയായത് നിങ്ങക്ക് പിടിച്ചില്ലേ? അതല്ല, എന്തോ ഒരു വയ്യായിക, അതാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആക്ച്വലി വെരി ഹാപ്പി ടു സീ യു. ഞാനും ഇവളും എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ശ്രീലക്ഷ്മിയെ തിരികെ തരണേന്ന്. ആ പ്രാർത്ഥനയുടെ ഫലമാ മോള് വന്നത്. ഈശ്വരൻ പ്രാർത്ഥന കേട്ടു. ഇങ്ങനെയാണ് ഈശ്വരൻ കേൾക്കുന്നെങ്കിലേ ഇനി ഒരു കാര്യവും പ്രാർത്ഥിക്കരുത്. അതെ, വളരെ താമസിച്ചല്ലേ ഈശ്വരൻ കേട്ടത്.
അതല്ലേ നമ്മൾ വരാൻ താമസിച്ചത്. അതുകൊണ്ട് പറഞ്ഞതാ. ഇതെന്താ ശംഖില് നൂല് കെട്ടിയിട്ടിരിക്കുന്നു? നിന്റെ താലിമാല എവിടെ? അല്ല, നിങ്ങളെല്ലാരും കണ്ണിലെ കൃഷ്ണമണി പോലെയല്ലേ നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഈ കൺമണിക്ക് ഒന്നും പറ്റില്ല എന്ന് പറയായിരുന്നു. ശ്രീലക്ഷ്മി വന്നത് എല്ലാവർക്കും വലിയ സന്തോഷമാണെന്ന് എനിക്കറിയാം. സന്തോഷം എന്നും ഇവിടെ ഉണ്ടാകണമെന്നാണ് എന്റെ പ്രാർത്ഥന. ഇനി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ സന്തോഷം എന്നും ഉണ്ടാകും. നിങ്ങൾ ചെല്ല്. ഒരുപാട് യാത്ര ചെയ്തു വന്നതല്ലേ, കുറച്ചു നേരം വിശ്രമിക്ക്. ചെല്ലു മോളെ. എവിടെയാ ശന നമ്മളെ മുറി? അല്ല, എന്താ ശ്രീലക്ഷ്മി വിളിച്ചത്? ആശാനെന്നോ? ആശാൻ. ആശാൻ എന്ന് പറഞ്ഞ സാറിന്റെ മലയാളം വാക്കാണ് ആശാൻ. ഇതൊന്നും അറിയില്ലല്ലേ? എപ്പോഴും സാറെന്നല്ലേ വിളിക്കുന്നത്. വല്ലപ്പോഴും മലയാളത്തില് ആശാനെന്ന് വിളിക്കാം. അല്ല, രേഖ ഭർത്താവിനെ എന്താ വിളിക്കുന്നത്? രഘു. എന്റെ ആയിരവല്ലി തമ്പുരാനെ, സ്വന്തം ഭർത്താവിന്റെ പേരാണോ വിളിക്കണത്? അങ്ങനൊന്നും വിളിച്ചൂടാ. അതെങ്ങനെ? ഇതൊക്കെ പറഞ്ഞു തരാൻ ആരെങ്കിലും വേണ്ടേ? വളർത്തു ദോഷം. ആശാനെ, പക്ഷേ ഇവിടുന്ന് പോയ ശ്രീലക്ഷ്മി അല്ല തിരികെ വന്നിരിക്കുന്നത്. അമ്മ ചോദിച്ച ചോദ്യം ഒരു പരിധിവരെ ശരിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അവളുടെ ഭാവത്തിലും ഭാഷയിലും ഒക്കെ വ്യത്യാസമുണ്ട്. അവളുടെ കഴുത്തി കിടക്കുന്ന ശംഖുമാല അതേതോ ആദിവാസികൾ ഇടുന്ന പോലെ ഉണ്ട്. അതങ്ങനെ സംശയത്തിൽ നിർത്താനുള്ള വ്യത്യാസങ്ങളല്ല മോളെ. ഒന്നുകിൽ ഇതാണ് ശരിക്കും ഇപ്പോഴിവിടെ വന്ന അവളുടെ ക്യാരക്ടർ. നമുക്ക് പരിചയമുള്ള ശ്രീലക്ഷ്മി ഒരുപക്ഷെ അവൾ ഇവിടെ അഭിനയിച്ച് നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ? അങ്ങനെയെങ്കിൽ അതിനു പിന്നിൽ ഗൂഢമായ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കണ്ടെത്താൻ കുറച്ച് പ്രയാസമാണ്. കാരണം അങ്ങനെയൊരു നാടകമാണ് ഇവിടെ അരങ്ങേറുന്നതെങ്കിൽ അതിന്റെ അണിയറ പ്രവർത്തകർ രവിയും രാജാറാമുമാണ്. നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. നമ്മൾ ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും അവളെ മുൻകൂട്ടി ധരിപ്പിച്ചിട്ടുണ്ടാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇവിടുന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ യാത്ര പോയ ആളായിട്ടല്ല അവള് മടങ്ങി വന്നിരിക്കുന്നത്. അതിലൊരു സംശയവും വേണ്ട. എന്തായാലും കൊള്ളാം.
അവളുടെ ചില ചോദ്യങ്ങളും ചില സമയത്ത് നോട്ടങ്ങളും. അമ്മേ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അസ്ഥാനത്താവോ? സ്ഥാനവും അസ്ഥാനവും നിശ്ചയിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്രവൃത്തി പോലിരിക്കും. എന്തായാലും ചാടിക്കേറി ഇപ്പൊ പെട്ടെന്നൊന്നും ചെയ്യാതിരിക്കുന്നതാ ബുദ്ധി. എങ്കിലും ഒരു വ്യക്തിക്ക് ഒരു വീഴ്ചയോടെ ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടാവൂ? ബ്രദറിൻലോ പറഞ്ഞതുപോലെ ആ വീഴ്ചയിലെ ഇവളുടെ തല നല്ലപോലെ എവിടെയോ ഇടിച്ചിട്ടുണ്ട്. അതോടെ ഉണ്ടായിരുന്ന കിളികളും പറന്നുപോയെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്നുറപ്പാണ്, ആ അപകടത്തിൽ വേറെ ആരും അറിയാത്ത എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. രവി, രാജാറാം, ശ്രീലക്ഷ്മി ഇവർക്ക് മാത്രം അറിയാവുന്ന എന്തോ ഒന്ന്. അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. പ്ലീസ്. എന്താ? തീ ചാട്ടിയ അവസ്ഥയിലാണ് ഞാൻ. കുറെ നല്ല മനുഷ്യരെ പൊട്ടം കളിപ്പിച്ച ഓരോ ദിവസവും തള്ളിയിരിക്കുന്നത്. ആലോചിച്ചിട്ട് തന്നെ എന്താ ഏതാന്ന് മനസ്സിലാവുന്നില്ല. ഒരു നിമിഷത്തെ അബദ്ധത്തെ ചിലപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് വരും. ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുന്നതല്ലാതെ എന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിനക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്നൊന്ന് സഹായിക്കണം പ്ലീസ്. അതെ, നമ്മളെ മാറ്റിയെടുത്തിട്ട് നിങ്ങൾ എന്തായി മാറിയെന്ന് വിശ്വസിക്കുന്നത്? അതെ, ഞങ്ങൾ എന്തുദ്ദേശിച്ചാണോ ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സംസാരത്തിലോ പ്രവൃത്തിയിലോ ഒരു സംശയം ആർക്കെങ്കിലും തോന്നിയ ആ സംശയത്തിൽ തൂങ്ങി ബാക്കി എല്ലാം പൊളിയും. അതുകൊണ്ട് ആർക്കും സംശയമൊന്നും തോന്നാത്ത രീതിയിലാവണം നമ്മുടെ പെരുമാറ്റം. എല്ലാരും മുമ്പിൽ നമ്മൾ ശ്രീലക്ഷ്മിയായിട്ട് പെരുമാറുമല്ലേ? അതാണ് കുഴപ്പം. എല്ലാവരുടെ മുന്നിലല്ല, ഇവിടെ കഴിയുന്ന സമയത്തൊക്കെ ശ്രീലക്ഷ്മി ആയിരിക്കണം. 24 മണിക്കൂർ ശ്രീലക്ഷ്മിയാ? അതെ. അങ്ങനെയാണെങ്കി കുറച്ച് കൂടുതൽ ചെലവാവും. തൊട്ട് കുറച്ചുകൂടി കൂടുതൽ തരേണ്ടി വരൂന്ന്. അതൊക്കെ ശരിയാക്കാം. പക്ഷെ ഒരു കാരണവശാലും ഇങ്ങനൊരു നാടകം കളിക്കുന്ന കാര്യം ആരും അറിയരുത്. ഇപ്പൊ തന്നെ ഇവിടെ പലർക്കും പല സംശയങ്ങളും ഉണ്ട്. അത് ശക്തിപ്പെടുത്താനുള്ള സാവകാശവും സാഹചര്യവും ഉണ്ടാക്കരുത്. പലരെന്ന് പറഞ്ഞത് ആ രേഖ അവളുടെ തള്ളയല്ലേ? അതെ. അവളുമാരുടെ മുഖം കണ്ടപ്പോഴേ നമുക്കത്ര പിടിച്ചിട്ടില്ല. അത് മാത്രല്ല, അവളുമാരെ പേടിച്ച് അവളുമാർക്ക് വേണ്ടി നമ്മൾ മാറുന്ന എന്തിനാ? കൂടുതൽ നമ്മളെ ചൊറിയാൻ വന്നാലേ അത്യാവശ്യം ഒന്ന് പൊട്ടിക്കാനും നമ്മൾ മടിക്കില്ല. മടിക്കണം. ആദ്യം വേണ്ടത് സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ ശരിയാക്കിക്കോളാം. വളരെ ലളിതമായിട്ടുള്ള സംസാരവും ഭയഭക്തി ബഹുമാനത്തോടെയുള്ള പെരുമാറ്റം, ഇതൊക്കെ തന്നെ ധാരാളമാണ്. വേറെ ആർക്കും വേണ്ടി മാറണമെന്നല്ല പറയുന്നത്. നമ്മൾ ഇവിടെ വന്ന ഉദ്ദേശം നടക്കാൻ വേണ്ടിയാ. ഇപ്പൊ മുതൽ കൺമണി അല്ല, ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മൻ. രൂപം ഏകദേശം സെയിം ആയതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് അല്പം ഒന്ന് മാറ്റിയാൽ മതി. കണ്ടു നമ്മൾ പറഞ്ഞപ്പോ തന്നെ നിങ്ങക്ക് വായില് വെള്ളം ഒറിയില്ലേ? അതുപോലെ വേണം മീൻകറി വെക്കാൻ. ഇതാണ് കള്ള് ഷാപ്പിലെ മീൻകറി. കള്ളു ഷാപ്പിലെ മീൻകറിയോ? കള്ളു ഷാപ്പിൽ ഇങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് ശ്രീലക്ഷ്മിക്ക് എങ്ങനെ അറിയാം?
അത് ശ്രീലക്ഷ്മി മാഡം യൂട്യൂബിൽ നോക്കി പഠിച്ചതാ. അല്ലേ മാഡം? ആ ആ അതെ അതെ, ട്യൂബിലിരുന്ന് പഠിച്ചതാ. ശ്രീലക്ഷ്മി ഇവിടെ നിന്ന് കഴിക്കും. സുകന്യ, ശ്രീലക്ഷ്മി മോൾക്ക് കറി ഇഷ്ടമായില്ലെങ്കിൽ അതങ്ങ് എടുത്ത് മാറ്റിയേക്കെ. ശരി. വേണ്ട വേണ്ട വേണ്ട, മീന് ഇറച്ചിയില്ലാതെ നമ്മൾക്ക് ചോറ് ഇറങ്ങൂല. ഇന്നത്തേക്ക് നീ ഇത് മതി, നാളെ മുതൽ ശ്രദ്ധിച്ചാ മതി. ഇവളിവിടന്ന് പോയ ശേഷം മുഴു പട്ടിണിയായിരുന്നെന്നാ തോന്നുന്നത്. ശരിയാ, നീ വേഗം കഴിച്ചെഴുന്നേക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ അവള് നമ്മളെയും പിടിച്ചു തിന്നും. മോള് വന്നിട്ട് പോയിട്ട് ഒരു വിവരമില്ല സരോജ. കുറെ നാളുകൾക്ക് ശേഷം ഗായത്രിയമ്മയും അവിടെയുള്ളവരും മോളെ കാണുന്നതല്ലേ. അതിന്റെ സന്തോഷത്തിലായിരിക്കും മോളും അവരും ഒക്കെ. ചിലപ്പോ വിളിക്കാൻ സമയം കിട്ടി കാണില്ല. സംസാരത്തിലും പെരുമാറ്റത്തിലും ചില വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. എന്തായാലും കരിക്കോത്തിയമ്മ മുന്നിക്കൊണ്ട് നിർത്തി തന്നില്ലേ. നേർച്ചകളെല്ലാം നമുക്ക് നടത്തണം ശ്രീടച്ച. നാഗരികാവില് ഒരു പൂജയും വഴിപാടും നടത്തണം, ഒരു പൊങ്കാല ഇടണം. എല്ലാം ചെയ്യാം. രവി സാറിന്റെ ഫോണാണല്ലോ. ഹലോ സാർ. ആ അച്ഛാ, ഞാനാ. ആ മോളാണോ? ആ ഞങ്ങളിവിടെ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. നീ ഇതുവരെ വിളിച്ചില്ലല്ലോ ഒന്ന്. ആ നമ്മള് വിളിച്ചതേ നാളെ ഇവിടെ എന്തോ ഹോമം ഉണ്ടെന്ന് പോലും. അതിന് നിങ്ങൾ രണ്ടുപേരും വരണമെന്ന് ഇവിടുത്തെ അമ്മ പറയാൻ പറഞ്ഞു. ഹോമോ? എന്ത് ഹോമോ മോളെ? ആ അതൊന്നും നമുക്കറിഞ്ഞൂടാ. എന്തോ ദോഷം മാറാനാണെന്ന് ഇവര് പറയണ കേട്ട്. നിങ്ങള് വരുവോ? വരും മോളെ, തീർച്ചയായും വരും. മോളെ ഞാൻ അമ്മയുടെ കൈ കൊടുക്കാം. വേണ്ട വേണ്ട, നമുക്ക് ഉറക്കം വരുന്നു. നാളെ ഇങ്ങോട്ട് വരണല്ലേ, അപ്പൊ സംസാരിക്കാന്ന് പറ. ആ ശരി മോളെ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോള് സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ആരോ മോളെ വന്ന് വിളിച്ചോണ്ടുപോയി സരോജം. ഗായത്രി അമ്മയാന്നാ തോന്നണേ. അതുകൊണ്ട് അവള് ഫോൺ വെച്ചു. ആണോ? ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. ആ അതിന് നീ വിഷമിക്കണ്ട. നാളെ അവരുടെ വീട്ടില് എന്തോ ഹോമം നടക്കുന്നുണ്ട്. അതിന് ഗായത്രി അമ്മ നമ്മളെയും വിളിച്ചിട്ടുണ്ട്. അത് പറയാനാ മോള് വിളിച്ചത്. നമുക്ക് നാളെ അവിടേക്ക് പോകാം. പോകാം. നിങ്ങളും പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് കുറെ നാളായില്ലേ. മോളെ കാണാനില്ലെന്നറിഞ്ഞപ്പോ മനസ്സ് തളർന്നുപോയി സരോജ. ഇതാര് ത്രിവിക്രമനോ? വാ വാ വാ. ആ ആ ഇരിക്കി.
ഇരിക്കേ. നേരെ ഒരുപാടായി. ശ്രീലക്ഷ്മി വീട്ടിൽ കിടന്നോളൂ, ഞാൻ ഇവിടെ തറയിൽ കിടന്നോളാം. ആശാൻ എന്ത് ഇത്ര ധൃതി? ആ, ഇനി വേറെ വല്ല ഉദ്ദേശം ഉണ്ടോ? എന്തുദ്ദേശം? ആശ ഇവിടെ കിടന്നോ? നമ്മള് മുകളിലോട്ട് പോവാ. രവി, ആ ആ നിങ്ങൾ വലിയ ആളുകളുടെ രീതിയൊന്നും നമുക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു സത്യം പറയാം. നമ്മൾ ഇനി ഇവിടെ നിന്ന പല വലിയ പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പോകുന്നതാണ് ശരി. അങ്ങനെ തനിക്ക് പോകാൻ പറ്റുമോ? പറ്റാത്തെന്താ? നമ്മളും ആശാനും തമ്മില് ശരിക്കും എന്ത് ബന്ധം ഉള്ളത്? വഴിയിൽ വെച്ച് കണ്ട ഒരു ബന്ധം മാത്രം, അല്ലാതെ എന്താ? താൻ എന്റെ ഭാര്യയാണോ? അല്ല അല്ല അതല്ല, അങ്ങനെയല്ല. ഇവിടെ എല്ലാവരുടെയും മുന്നിൽ താൻ എന്റെ ഭാര്യ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആശ എന്തുദ്ദേശിച്ചാലും ശരി, ഇനി ഒരു നിമിഷം നമ്മൾ ഇവിടെ നിൽക്കൂല. എനിക്കറിയാം, തെറ്റെന്റേതാ. താൻ പെട്ടെന്ന് ശ്രീലക്ഷ്മിയെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അതിൽ താനൊന്നും വിചാരിക്കരുത് പ്ലീസ്. താൻ എന്നോട് ക്ഷമിക്ക. ഇനി ഇങ്ങനൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. ആശ എന്തൊക്കെയായി പറയണത്? വല്ലവരും ചെയ്ത തെറ്റിന് ആശ എന്തിനാ എന്റെ അടുത്ത് മാപ്പ് വെക്കണത്? അപ്പോ ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ടല്ലേ ശ്രീലക്ഷ്മി പോകുന്നത്? എന്റെ ആശാനെ, ആശാൻ ദേഷ്യപ്പെട്ടതിന് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നീട് ആലോചിച്ചപ്പം നമ്മള് തെറ്റാന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അല്ല പിന്നെ വേറൊന്നുണ്ടായത്?
ആശാൻ നമ്മളെ വഴക്ക് പറഞ്ഞപ്പോ ആദ്യം നമുക്ക് ദേഷ്യമായിരുന്നു. ഒന്നുകൂടെ ആലോചിച്ചപ്പോ തെറ്റ് നമ്മുടെയാന്ന് മനസ്സിലായി. നമ്മൾ ശരിക്കും ആശാനോട് അങ്ങനെ സംസാരിക്കണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയെ പുള്ളി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതാവും പെട്ടെന്ന് ദേഷ്യം വന്നത്. ഛേ, അല്ലെങ്കിൽ തന്നെ നമ്മളെന്തിനാ അവരുടെ കുടുംബകാര്യത്തിൽ അഭിപ്രായം പറയണത്? തെറ്റ് ശരിക്കും നമ്മളെയാ. ആശാനോട് ഒരു മാപ്പ് പറഞ്ഞേക്കാം. വാ മോളെ. രാജലക്ഷ്മി അമ്മ ഇതെങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട്? ഞാൻ മാത്രല്ല, എന്റെ മോളെയും കൊണ്ടാ ഞാൻ പോകുന്നത്. യാത്ര ചോദിക്കാനായി വരുമായിരുന്നു. അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഉണ്ടായതൊന്നും പറയാതിരിക്കേ നല്ലത്. രാജലക്ഷ്മി ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എന്താ രഘു, എന്താ പ്രശ്നം? അറിയില്ലമ്മേ, ഞാനും ചോദിച്ചു. ഇവർ രണ്ടാളും ഒന്നും പറയുന്നില്ല. എന്തിനു പറയണം? കേട്ടുകൊണ്ട് നിൽക്കുന്നതല്ലാതെ നമ്മളെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലല്ലോ. ഈ അസമയത്ത് ഞാൻ ഗർഭിണിയായ എന്റെ മോളെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെയാ. ഇതെന്താ രാജലക്ഷ്മി അമ്മ പെട്ടിയൊക്കെ ആയിട്ട് ഈ രാത്രി ഇതെങ്ങോട്ടാ? എന്താ അമ്മേ, എന്താ പ്രശ്നം? എനിക്കൊന്നും അറിയില്ല മോനെ. രാജലക്ഷ്മി രേഖയും വിളിച്ചോണ്ട് പോകണമെന്നും പറഞ്ഞ് നിൽക്കുക. ഇനി ചോദ്യവും പറച്ചിലൊന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങുന്നു. വാ. ഏയ്, രാജലക്ഷ്മി അമ്മ ഒന്ന് നിക്കോ? നമുക്കറിയാം നിങ്ങൾ പോകാനുള്ള കാര്യം എന്താണെന്ന്. ശരിക്കും നിങ്ങളല്ല പോവേണ്ടത്, നമ്മളാ. നമ്മളിവിടെ അവസാനം വന്നവളാ, അതും ഒരു ചെറിയ കുടുംബത്തിന്ന്. അപ്പോ നിങ്ങൾ എന്തു പറഞ്ഞാലും നമ്മളത് കേൾക്കേണ്ടവളാ. പെട്ടെന്ന് നിങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ നമുക്ക് രാജലക്ഷ്മി അമ്മയെ തല്ലേണ്ടി വന്നത്. മാപ്പ് പറ. തല്ലിയിട്ടാണോ മാപ്പ്? എനിക്ക് ക്ഷമിക്കാനൊന്നും പറ്റില്ല. നിങ്ങളെല്ലാരും പകുതി കാര്യങ്ങളെ അറിഞ്ഞിട്ടുള്ളൂ. നമ്മൾ തല്ലിയത് അതിനു മാത്രമൊന്നും അല്ല. പിന്നെ രേഖ ഗർഭിണിയായിട്ടും നമ്മൾ ഗർഭിണിയാകാത്തത് നമുക്കെന്തോ ബാധയുടെ കുഴപ്പമുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാ നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്നു. അതുമാത്രല്ല, നമുക്കൊരു കുഞ്ഞുണ്ടാവാത്തത് എന്റെ ഭർത്താവും ഈ കുടുംബവും എന്തൊക്കെയോ വലിയ തെറ്റുകൾ ചെയ്തത് കൊണ്ടാണെന്നും പറഞ്ഞു. നീ കള്ളം പറയരുത്. ഞങ്ങൾ എപ്പോഴും നിന്നോട് അങ്ങനെ പറഞ്ഞത്? പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞു പിറന്നില്ലെങ്കിൽ ഈ കൊട്ടാരം പോലത്തെ വീടൊക്കെ രേഖയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനാണെന്നും പറഞ്ഞു. ശ്രീലക്ഷ്മി,
നീ ഇങ്ങനെ നുണ പറയരുത്. ഇതൊന്നും ഞങ്ങൾ അറിയാത്ത കാര്യങ്ങളാ. ഇനി ഇവര് നമ്മളോട് പറഞ്ഞതൊന്നും നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റുന്നതല്ല. അതിന് നമ്മുടെ സംസ്കാരം സമ്മതിക്കുന്നില്ല. വേറെ എല്ലാം നമ്മൾ സഹിക്കും, ക്ഷമിക്കും. നമ്മുടെ ഭർത്താവായ ഈ മനുഷ്യനെയും ഈ കുടുംബത്തെയും പറഞ്ഞത് മാത്രം നമ്മൾ ക്ഷമിക്കില്ല. അതാ നമ്മൾ പോലും അറിയാതെ അടിച്ചുപോയത്. ഇനി അമ്മ പറയൂ, നമ്മൾ മാപ്പ് പറയണോ? മധുരല്ലോ, ഇവള് പറയുന്നതൊക്കെ മതി. ശ്രീലക്ഷ്മി ആയതുകൊണ്ടാ ഒരടിയിൽ നിർത്തിയത്. ഇവളൊരു പാവമായിപ്പോയി. ഇനി ഇമാതിരി വേഷം കെട്ടുകൊണ്ട് ഇറങ്ങിയാൽ സ്വയം ഇറങ്ങി പോകേണ്ടി വരില്ല, പറഞ്ഞേക്കാം. ആ പിന്നെ സ്വത്ത് ഇനി മോളെ പോലെ നിങ്ങളും ഗർഭിണിയാണോ എന്തോ? അല്ല, ഈ ദേഷ്യമല്ലേ ഗർഭിണിയാവുമ്പോഴുള്ള നിങ്ങളുടെ അടയാളം. ആ പരിശോധനാ സാധനം മിച്ചുണ്ടെങ്കിലേ ഒന്ന് പരിശോധിച്ച് ഉറപ്പിക്കുന്നത് നല്ലതാ. അമ്മ ഉറങ്ങുന്നില്ലേ? ഈ രാത്രി എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും എന്നെ കൊണ്ടതിന് സാധിക്കില്ല. എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് ആദ്യമായിട്ടാ ഒരാൾ എന്റെ നേരെ കൈ പൊക്കുന്നതും എന്നെ തല്ലുന്നതും. അതിനുള്ളത് തിരിച്ചു കൊടുക്കാതെ രാജലക്ഷ്മിക്ക് ഇനി ഉറക്കമില്ല. അതമ്മയ്ക്ക് ഈ അനുഭവം ആദ്യം ആയതുകൊണ്ടാ. എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയ അതിരിപ്പതാ. എന്റെ അമ്മേ, ഒരു മൂളലല്ലാതെ കുറച്ചു നേരത്തേക്ക് വേറെ ഒന്നും കേൾക്കാനേ പറ്റില്ല. നിനക്കൊരെണ്ണം തിരികെ കൊടുക്കാൻ വയ്യായിരുന്നോ? നിന്ന് കൊണ്ടേക്കുന്നു. അമ്മയ്ക്ക് കൊടുത്തുവിടായിരുന്നോ? അത് അവളങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചപ്പോ ഞാൻ വല്ലാതെ ഷോക്കായി പോയില്ലേ. അന്നത്തെ ആ ഷോക്കേ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. കൈയൊക്കെ പിടിച്ച് തിരിച്ച്, എന്നിട്ട് മദറിലോയുടെ മുമ്പില് അവളുടെ അഭിനയം കണ്ടില്ലേ? അല്ല, അമ്മ എന്തുദ്ദേശിച്ചാ ഇവിടുന്ന് ഇറങ്ങി പോവാന്ന് കരുതിയത്? ബ്രദറിലോ തടഞ്ഞില്ലായിരുന്നെങ്കിലേ എന്താവുമായിരുന്നു?
ഇന്നൊരു രാത്രി കൂടി മതി അവൾക്ക് ആയുസ്. നമ്മളെ കൈവച്ചവൾ 24 മണിക്കൂർ തികയ്ക്കരുത്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇനിയങ്ങോട്ട് പറച്ചിലൊന്നുമില്ല. നാളെ ഈ രാജലക്ഷ്മി ചെയ്ത് കാണിച്ചു തരാം. നാളെ ഈ നേരം ഈ വീട്ടിൽ അലമുറകൾ ഉയരും. കൂരയ്ക്ക് മീതെ ചാഞ്ഞ അത് ചന്ദനമരമാണെങ്കിലും കടക്കിലെ വെട്ടി താഴെയിടണം. അവള് ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നിനക്ക് സമാധാനം ഉണ്ടാവില്ല. നിന്റെ എല്ലാ പ്രശ്നങ്ങളും നാളത്തെ പൂജ കഴിയുമ്പോ തീരും. ഇപ്പൊ അമ്മ പറയുന്നത് പോലെ ആണെങ്കിൽ തന്നെ ശ്രീലക്ഷ്മിക്ക് പകരം നാളെ ഒരു സമയം വേറെ ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് വരില്ലേ? വരില്ല. നാളെ ശ്രീലക്ഷ്മി മരിക്കുന്നതോടെ രവിവർമ്മന് ഭാര്യ വാഴില്ലെന്ന് സ്ഥാപിക്കുക കൂടി ചെയ്യും നമ്മള്. ശ്രീലക്ഷ്മിയുടെ ജീവനെടുത്തും ബാക്കിയുള്ളവരെ മാനസികമായി തളർത്തിയും നമ്മൾ നമ്മുടെ വിജയം നേടിയെടുക്കും. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും ജാതകം നാളെ മുതൽ അങ്ങോട്ട് മാറ്റി എഴുതാൻ പോവാ ഈ രാജലക്ഷ്മി. അവരോടും അവരുടെ അമ്മയോടും ഒന്നും ഒളിച്ചു വെക്കുന്നത് അവർക്കിഷ്ടമല്ല. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കൺമണി ശ്രീലക്ഷ്മിയെ പോലെ അഭിനയിച്ച് ഫലിപ്പിക്കണം. അതിനവളുടെ സംസാര രീതിയും എല്ലാം കൺമണി പഠിക്കണം. അത് കൃഷ്ണയെ കൊണ്ട് നമുക്ക് പഠിപ്പിക്കാം. 2, വളരെ പ്രധാനമാണ്. അവിടുത്തെ രേഖാമേടത്തോടും അമ്മയോടും നമുക്കായിട്ട് തന്നെ ഉള്ള സത്യങ്ങൾ പറയാം. അവരോടുള്ളത് പറഞ്ഞ പിന്നെ നമ്മൾ ഒന്നും അറിയണ്ട. എല്ലാം അവര് നോയിക്കോളും. എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കും. എന്തിനായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ത്രിവിക്രമൻ ചേട്ടൻ പറയുന്ന പോലെ ആണെങ്കിൽ, കൺമണിക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് അവിടം വരെ ഒന്ന് പോകാം. ഈ സമയത്താവുമ്പോ വേറെ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല.
എത്രയും പെട്ടെന്ന് രേഖാമേടത്തോട് കാര്യം അവതരിപ്പിച്ച അത്രയും സമാധാനമായല്ലോ. ആ, ഞാനും കൃഷ്ണയും കൂടി വരാം. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഹ, എന്ത് ബുദ്ധിമുട്ട്? ഒരു നല്ല കാര്യത്തിനല്ലേ. കുറച്ച് ബുദ്ധിമുട്ടിയാലും സാരമില്ല. പതുക്കെ മതി കേട്ടാ, പതുക്കെ. പെട്ടെന്ന് തിന്നു തീർത്തിട്ട് ആർക്കും വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഇവിടെ. അത് ഇന്നലെ രാത്രി ഞാൻ കണ്ടു. അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കാം, അവിടെ തീറ്റയും കുടിയൊന്നും ഇല്ലായിരുന്നോ? വിശപ്പ് മൂത്ത് ആഹാരം കണ്ടാലേ നമ്മൾ അങ്ങനെയാ. പിന്നെ ആള് നോക്കൂല, ചുറ്റോട്ടോ നോക്കൂല. വെറുതെ ഇരുന്ന് തിന്നുന്നതും ജോലിയൊക്കെ ചെയ്തിട്ട് ആഹാരം കഴിക്കുന്നതും തമ്മിലേ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവും. ജോലിയോ? എന്തായിരുന്നു അവിടെ ജോലി? വീട്ടുജോലി. ഈ വീട്ടുജോലി അതാ ഞാൻ ഉദ്ദേശിച്ചത്. വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. ഗുഡ് മോർണിംഗ് ഏട്ടത്തി. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. യമുന, അയ്യേ, ഇതേ ഉള്ളു കഴിക്കാൻ? പിന്നെ എന്താണാവോ വേണ്ടത്? പഴങ്കഞ്ഞി. പഴങ്കഞ്ഞിയോ? ആ, പഴങ്കഞ്ഞി. എന്താ, അങ്ങനെ ഒരു വാക്ക് ഇതുവരെ കേട്ടിട്ടില്ലേ? കണ്ടിട്ടുമില്ലേ? ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്റെ ആയിരവലി തമ്പുരാനെ. അപ്പൊ നിങ്ങളൊക്കെ എന്നും ഈ ഉണക്ക ഇഡലിയാണോ തിന്നുന്നത്? പഴങ്കഞ്ഞിയുടെ 7 അയലത്ത് വരുമോ ഇത് വല്ലതും? അതായത് ഒരു മൺചട്ടിയില് തലേ ദിവസത്തെ ചോറില് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഇങ്ങോട്ട് എടുത്ത് ചുവന്നുള്ളിയും വേപ്പിലയും കാന്താരി മുളകും ചതച്ചെടുത്ത് അതിലോട്ടിട്ടിട്ട് കപ്പ വേവിച്ചതുണ്ടെങ്കിൽ അതും, തലേ ദിവസത്തെ മീൻകറി ഉണ്ടെങ്കിൽ അതും ചേർത്ത് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് ഉപ്പും ഇട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് കുഴച്ച്. മതി മതി. ഈ നരബലിയൊന്നും ഇല്ലല്ലോ അല്ലേ? നിങ്ങളുടെ ശ്രീലക്ഷ്മി എങ്ങനെയായിരുന്നു? തീർത്ത ഉപവാസം ഇരിക്കോ അതോ ഇതുപോലെ ആശൻ ഒളിച്ച് ആഹാരം കൊണ്ടേ കൊടുക്കുമായിരുന്നോ? വിശ്വാസം എന്ന 3 അക്ഷരമാണ് ശ്രീലക്ഷ്മിയുടെ ജീവിതം തന്നെ. ഞാനും ഞങ്ങളുടെ പ്രേമവും ഈശ്വരനും അവൾക്കൊരുപോലെയായിരുന്നു. ഇത് 3ലും ശ്രീലക്ഷ്മി അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ആശം വേണമെങ്കിൽ ഒരെണ്ണെടുത്ത് കഴിച്ചോ, നമ്മൾ അവരോട് പറയാനൊന്നും പോകുന്നില്ല. വിശ്വാസം എനിക്കും ശ്രീലക്ഷ്മിക്കും ഒരുപോലെ. അവൾ വിശ്വസിക്കുന്നതിലൊക്കെ ഞാനും വിശ്വസിക്കുന്നു. അതൊക്കെ ആശാന്റെ ഇഷ്ടം. ഓരോരോ വട്ടുകള്. നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, നമുക്കിവിടെ സമയാസമയം ആഹാരം ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്.
ദേവേച്ചിയും കണ്ണനും വല്ലതും കഴിച്ചാവോ? അതിൽ താൻ ടെൻഷൻ ആവണ്ട. അവിടെ ഒരു കുറവ് അവർക്കുണ്ടാവില്ല. അതൊക്കെ നമുക്കറിയാം. എങ്കിലും ഒരു സമാധാനത്തിന് ഒന്ന് വിളിച്ചത് ആശാനെ. ഇന്നൊരു രാത്രി കൂടി മതി അവൾക്ക് ആയുസ്. നാളെ ഈ നേരം ഈ വീട്ടിൽ അലമുറകൾ ഉയരും. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും ജാതകം നാളെ മുതൽ അങ്ങോട്ട് മാറ്റി എഴുതാൻ പോവാ ഈ രാജലക്ഷ്മി. അതിനെക്കുറിച്ച് എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞതനുസരിച്ചാ ഞാൻ വന്നത്. ഇവിടെ അങ്ങനെ ഒന്നില്ല. പറഞ്ഞയാൾ നിങ്ങളെ കബളിപ്പിച്ചതാവും. നിങ്ങൾക്ക് മടങ്ങാം. അയ്യോ സ്വാമി, അങ്ങനെ പറയരുത്. ഒരു കുഴപ്പമുണ്ടാവാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങളോട് പറഞ്ഞയാള് പറഞ്ഞു അത്രയും വിശ്വാസമുള്ള ആൾക്കെ സ്വാമി അത് കൊടുക്കൂ എന്ന്. സ്വാമിക്ക് ഞങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാം. അതെ സ്വാമി, തീരെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ ഞങ്ങൾ ഇതിനിറങ്ങി പുറപ്പെട്ടത്. പല വഴികളും നോക്കി, അവസാന വഴിയാ. സ്വാമി ഒന്ന് കനിയണം. ഇരു ചെവി അറിയാതെ ഞങ്ങൾ ഇത് ചെയ്തോളാം, ഉറപ്പ്. ₹1,00,000 രൂപയുണ്ട്. ഒരു കാണിക്കയായിട്ട് കണ്ടാ മതി. നിങ്ങൾ പറഞ്ഞ പൊരുളിന് ഇതല്ല വില. പിന്നെ ഒരു കുപ്പിക്ക് 5 ലക്ഷം രൂപ വരും. $5 ലക്ഷമോ? ഇത് നിങ്ങൾക്ക് താങ്ങുന്നതല്ല. ഭൂമിയിലെ ഏറ്റവും വിഷമുള്ള ജീവികളായ സ്വർണവിഷ തവളകളിൽ നിന്ന് ശേഖരിക്കുന്ന വിഷം നീലകണ്ഠന്റെ കണ്ഠത്തിലിരിക്കുന്ന ഹലാഹല വിഷത്തിന് സമമാണ്. 1 or 2 തുള്ളികൾ കൊണ്ടും നമ്മുടെ ഈ പൂജകൾ കൊണ്ടും ഒരു മനുഷ്യന്റെ എല്ലാ ജീവനാഡികളും നിലയ്ക്കുകയും ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ചെയ്യും. ഒരു തെളിവുകളും അവശേഷിക്കാതെ മരണപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ 15 ലക്ഷം രൂപയ്ക്ക് വരെ ഇത് വാങ്ങാൻ ആളുണ്ട് എന്നതാണ് സത്യം. വിഷത്തിന്റെ ശക്തിയും എന്റെ ആഭിചാര കർമ്മവും കൂടി ആകുമ്പോ കാര്യസിദ്ധി ഉറപ്പ്. ഈ പണവും എടുത്ത് നിങ്ങൾക്ക് മടങ്ങാം. സ്വാമി, വേറൊന്നും കരുതരുത്. പൈസയായിട്ട് ഞങ്ങളുടെ കൈവശം ഇപ്പൊ ഇല്ല. ഇനി ബാങ്കിൽ ചെന്ന് പൈസയൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും താമസിക്കും. അതെ, ഇന്ന് നടന്നില്ലെങ്കിൽ പിന്നെ നടക്കാൻ ഒരു സാധ്യതയുമില്ല. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ആ അപകടത്തോടെ കഴിഞ്ഞു. അതിലിനി പേടി വേണ്ട. ആ മുറിക്കകത്തിരിക്കുന്ന ഫോട്ടോയ്ക്ക് നല്ല വെയിറ്റ് ആണെന്നേ. അത് ചിലപ്പോ ശ്രീലക്ഷ്മിയെ കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന വരില്ല. എങ്ങനെ? നമ്മളെ കൊണ്ട് പറ്റില്ലെന്നാ? നിസ്സാര ഒരു ഫോട്ടോ അല്ലേ, അതൊരു 100 കിലോ തൂക്കമൊന്നുമില്ലല്ലോ.
അമ്മേ, അമ്മയ്ക്കിപ്പൊ എന്താ വേണ്ടത്? പൂജ നടത്താൻ ആ ഫോട്ടോ വേണം, അത്രയല്ലേ ഉള്ളൂ. അമ്മ ധൈര്യമായിട്ട് താഴേക്ക് വിട്ടോ. നമ്മള് ഫോട്ടോയും കൊണ്ട് ദാ വരണം. ആര് കൊണ്ടുവന്നാലും ഫോട്ടോ പൂജ സ്ഥലത്ത് എത്തണം. എനിക്ക് എത്രയേ ഉള്ളൂ. എന്താ ആശാന്റെ പ്രശ്നം? നന്ദിനി ഭാര്യയാണെന്നുള്ള കഥ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞില്ലേ? അവര് മരിച്ചുപോയിന്ന് നമ്മളോട് പറഞ്ഞു. അല്ല, ആശാൻ എന്തേ ആലോചിക്കുന്നേ? ഇനി അധികം സംസാരം എന്തിന്? ആശാൻ ആ മുറിയുടെ താക്കോലിങ്ങി തന്നെ. ആ താക്കോല് താ ആശാനെ. താൻ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പോഴേക്കും പൂജ ലേറ്റ് ആവില്ലേ? ഓ ആശാനെ, എന്താ ആശാന്റെ മുഖം മാറിയിരിക്കുന്നത്? നമ്മൾ ആ മുറി കയറുന്നത് ആശാൻ ഇഷ്ടമല്ലേ? അതോ ആ മുറിയിൽ നമ്മളോട് പറയാത്ത എന്തേലും ഉണ്ടോ? വല്ല സ്വർണ്ണോ പൈസയോ വല്ലതും? അത് നമ്മൾ അടിച്ചു മാറ്റുന്ന കരുതിയാണോ ആശാൻ താക്കോല് തരാത്തെ? ആശാനെ, സത്യം പറഞ്ഞ പൈസക്ക് നല്ല അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ നമ്മള് മോഷ്ടിക്കൂല. അതൊന്നും അല്ല ശ്രീലക്ഷ്മി. താൻ മുമ്പ് അവിടെ കയറിയപ്പോ ആശാൻ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. ആശാൻ താക്കോല് തരുന്നു, നമ്മൾ ആ മുറി തുറന്ന് അവിടുത്തെ ഒരു സാധനങ്ങളിലും തൊടാതെ ഫോട്ടോ മാത്രം എടുത്ത് അതേപോലെ കതക് പൂട്ടി താക്കോല് തിരിച്ചു തരും. ഇങ്ങോട്ട് വന്നപ്പോഴേ ആ മുറിയിലൊന്ന് കേറണമെന്ന് കരുതിയതാ. ചുമ്മാ ഒരു ആകാംക്ഷ. സത്യം പറയും, ആശാൻ എന്നെ വിശ്വാസമില്ലേ? ഒന്നോ രണ്ടോ തുള്ളികൾ കൊണ്ടും നമ്മുടെ ഈ പൂജകൾ കൊണ്ടും ഒരു മനുഷ്യന്റെ എല്ലാ ജീവനാഡികളും നിലയ്ക്കുകയും ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ചെയ്യും. ഒരു തെളിവുകളും അവശേഷിക്കാതെ മരണപ്പെടുകയും ചെയ്യും. ഉദകക്രിയയുടെ ആരംഭമാവും. ശ്രീലക്ഷ്മി എന്ന നാമധേയത്തിൽ അകാല മൃത്യു സംഭവിച്ച പെൺകുട്ടിയുടെ ആത്മാവിന് മോക്ഷം കിട്ടാനുള്ള കർമ്മപൂജ. നിന്റെയും കുടുംബത്തിന്റെയും മുന്നോട്ടുള്ള സുഗമമായ ജീവിതത്തിന് നമ്മൾ കണ്ടെത്തിയ സുഗമമായ മാർഗം. ശ്രീലക്ഷ്മി, പലപ്പോഴും മരണം ഇങ്ങനെ തൊട്ടരികെ എത്തിയിട്ടും അവള് രക്ഷപ്പെട്ടു വന്നു. പക്ഷേ ഇതങ്ങനെയല്ല. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും എന്നെ തൊട്ടാൽ പൊള്ളും എന്നവളുടെ ആത്മാവിന് ഞാൻ അറിയിച്ചു കൊടുക്കും. എല്ലാം കഴിഞ്ഞ് സൗകര്യം പോലെ ഒരു യാത്ര പോകണം നമുക്ക്. എന്താ രാജലക്ഷ്മി, എന്തെങ്കിലും പ്രത്യേകമായി പൂജിക്കാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല ഗായത്രിയമ്മേ. മോൾക്കും
ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടി കുറച്ച് ഭസ്മം പൂജിച്ചെടുക്കാന്ന് കരുതി. കൂട്ടത്തിൽ അല്പം ഗംഗാജലവും. ഈ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയല്ലേ ഇങ്ങനൊരു പൂജ നടത്തുന്നത്? അതിനിടയ്ക്ക് ഒരു വേർതിരിവ് വേണോ രാജലക്ഷ്മി? പുറത്തുനിന്ന് ആ സുദർശനും സരോജവും ഒക്കെ വരുന്നതല്ലേ, എല്ലാരും തൊട്ട് അശുദ്ധമാക്കുന്നതിന് മുൻപ്. അല്ല, അന്തസ്സുള്ളവരായിട്ട് നമ്മൾ മാത്രല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ പൂജ ഞാൻ ഏർപ്പാടാക്കിയത് അന്തസ് കൂട്ടാനല്ല. എന്റെ മക്കൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാ. കൂടിയുണ്ട്. പൂജക്കിടയില് ഈ ഭസ്മം ശ്രീലക്ഷ്മിയുടെയും രവിയുടെയും നെറ്റിയിലിടണം. അവര് രണ്ടുപേർക്കും ഒരാപത്തും ഉണ്ടാവാതിരിക്കാനും ദീർഘായുസിനും വേണ്ടി ഞങ്ങൾ പൂജിച്ചു വാങ്ങിയ ഭസ്മോ ഇത്. ആയിക്കോട്ടെ. നല്ലതിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന എനിക്കും എന്റെ മോൾക്കും പുല്ലുവിലയാ. ശ്രീലക്ഷ്മി മോളെ, സുദർശനും സരോജവും നിൽക്കുന്നത് നീ കണ്ടില്ലേ? ഓ, പറയുന്ന പോലെ ഇതാണല്ലോ എന്റെ അച്ഛനും അമ്മയും. അച്ഛനെപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ മോളെ. സുഖാണോ അമ്മേ? സുഖം. മോൾക്കോ? നമുക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, അച്ഛൻ ഗുളിയും മരുന്നൊക്കെ മുടങ്ങാതെ കഴിക്കുന്നുണ്ടോ? ഒന്നിനൊരു കുറവും വരുത്തരുത്. അതിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് തിരിച്ചു പോവാൻ. പോകാനോ? എങ്ങോട്ട്? മോളെ, നീ ഇവിടെ വെറുതെ നിന്ന് സമയം കളയാതെ പോയി റെഡിയാകാൻ നോക്ക്. ശരി അമ്മേ. അതെ, നിങ്ങൾ രണ്ടുപേരും രാവിലെ എന്തേലും കഴിച്ചോ? എവിടുന്ന്? ഇങ്ങോട്ട് വരാനുള്ള ധൃതിയല്ലായിരുന്നോ? വരുന്ന വഴിക്ക് ആ നിശ്ചയ വീട്ടീന്ന് ഓരോ ചായ കുടിച്ചു, അത്ര തന്നെ. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. എങ്കി പോയി കഴിക്കേ. നല്ല പതുപതുത്ത ഇഡലിയും നല്ല അടിപൊളി സാമ്പാറും ഉണ്ട്. സാമ്പാറിന് കുറച്ച് എരിവ് കുറവാണെന്നേ ഉള്ളൂ. പക്ഷെ യമുനയും സുകന്യയും നല്ല കിടുക്കനായിട്ട് സാമ്പാർ വെച്ചിട്ടുണ്ട്. അത് ശ്രീലക്ഷ്മിക്ക് എങ്ങനെ അറിയാം? ഇന്ന് ശ്രീലക്ഷ്മി ഉപവാസത്തിലല്ലേ? ശരിയാണല്ലോ, ഒന്നും കഴിക്കാതിരിക്കുന്നതിനല്ലേ ഉപവാസം എന്ന് പറയുന്നത്. അതോ ഇനി രഹസ്യമായിട്ട് വല്ലതും കഴിച്ചോ? നമ്മളൊന്നും കഴിച്ചില്ല.
ആ നിങ്ങൾ രണ്ടാളും ഇരുന്ന് വെട്ടി വിഴുങ്ങുന്ന കണ്ടപ്പോ മനസ്സിലായ കാര്യ നമ്മൾ പറഞ്ഞത്. ആ പൂജാ ദിവസം ഉറപ്പായും ഉപവാസം എടുക്കണമെന്നും നമ്മുടെ അമ്മ കൊച്ചിലേ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലേ അമ്മേ? ആ ഈശ്വരനെ പറഞ്ഞ് നമ്മളൊന്നും ചെയ്യൂല. മോള് ചെല്ലേ. നിങ്ങൾ കഴിക്കുമ്പോഴേക്കും നമ്മൾ വേഷം മാറി വേഗം വരാം. നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നേ. ഞങ്ങൾ ആദ്യം പോയി എല്ലാവരോടും ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ട് വരാം കേട്ടോ. വാ ചേച്ചി. ആശാൻ ഇതൊക്കെ എങ്ങനെ പഠിച്ച്? അമ്മ ആലോചിച്ച് വേണം ഓരോന്ന് ചെയ്യാൻ. ദേ ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതെങ്ങാനും ഫേക്ക് ആണെങ്കിൽ തന്നെ ഞാൻ കൊല്ലും കേട്ടോ. എന്റെ പൊന്നു മേഡം, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മേഡത്തിന് വിശ്വാസമായില്ല. വിശ്വാസമായി. എന്റെ മോൾക്ക് വിശ്വാസമായില്ലെങ്കിലും എനിക്ക് വിശ്വാസമായി. വന്നു കയറിയ ശ്രീലക്ഷ്മിയുടെ സംസാരത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിന്ന് നീയും ഞാനും ഉൾപ്പെടെ എല്ലാവരും വിശ്വസിക്കുകയല്ലേ? സംസാരത്തിനും ചെയ്തികൾക്കും മാത്രമല്ല ശ്രീലക്ഷ്മിക്ക് മാറ്റമുണ്ട്. പഴയ ശ്രീലക്ഷ്മിയെയും പുതിയ ശ്രീലക്ഷ്മിയെയും താരതമ്യപ്പെടുത്തി നോക്കിയ നിനക്കത് മനസ്സിലാകും. ഇന്ന് ശ്രീലക്ഷ്മിക്ക് വേണ്ടി നടക്കാൻ പോകുന്നത് ദീർഘസുമംഗലയായിരിക്കാനുള്ള പൂജയല്ല. ഈ കുടുംബത്തിൽ നിന്ന്, ഈ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് മഹാപുണ്യാഹം നടത്തുന്ന പൂജയാ. അതുവഴി അതെല്ലാം കണ്ട് ഹൃദയം പൊട്ടി മരിക്കുന്ന സുദർശന്റെ നരബലി. എപ്പോഴും എന്റെ അടുത്തുണ്ടെങ്കിൽ നീ ഇതിലും ഭംഗിയായിരിക്കും. രവിയുടെ ശ്രീലക്ഷ്മിയായി എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടായാൽ മതി. ഉണ്ടാവും. എന്റെ മനസ്സത് പറയുന്നുണ്ട്.